7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആതിര മുരളീധരൻ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ആദ്യം എത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ 6 വർഷങ്ങൾ, 5 വർഷവും ഇരട്ട സ്വർണവുമായിരുന്നു മടക്കം. ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ ഇനങ്ങളിലാണ് ആതിര വർഷങ്ങളായി സ്വർണ്ണ കൊയ്ത്ത് നടത്തുന്നത്. ഷോട്ട് പുട്ടിൽ സബ് ജൂനിയർ തലം മുതൽ 6 തവണയും സ്വർണം നേടിയ ആതിര ഡിസ്കസിൽ 5 തവണ ഒന്നാമതെത്തി. കഴിഞ്ഞ വർഷം വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആതിരയ്ക്ക്. പക്ഷേ ഇത്തവണ ആ കുറവും പരിഹരിച്ചു. നേരത്തെ ഷോട്ട് പുട്ടിലും സ്വർണ്ണമെറിഞ്ഞിട്ട ആതിര ഇന്നത്തെ ഹാമർ ത്രോയിൽ കൂടി ഒന്നാമതെത്തിയതോടെ ട്രിപ്പിൾ സ്വർണം എന്ന സ്വപ്ന നേട്ടത്തിലുമെത്തി. ട്രിപ്പിൾ കൊതിച്ചിറങ്ങിയ ആതിരയുടെ ആദ്യ ഏറ് തന്നെ ലക്ഷ്യം കണ്ടു. സർവശക്തിയും എടുത്ത് ആതിര ചുഴറ്റിയെറിഞ്ഞ ഹാമർ ചെന്നു വീണത് 44.17 മീറ്റർ ദൂരത്തിൽ. ഇതോടെ മാർബേസിലിന്റെ തന്നെ നീന എലിസബത്ത് ബേബി 2010 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച 42.56 മീറ്റർ എന്ന റെക്കോർഡ് പഴങ്കഥയായി. ഷോട്ട് പുട്ടിലും ഹാമറിലും പ്രതീക്ഷിച്ച സ്വർണ്ണമാണ് ലഭിച്ചതെങ്കിലും ഡിസ്കസിലേത് അപ്രതീക്ഷിത നേട്ടമാണെന്ന് ആതിര പറഞ്ഞു. ഡിസ്കിലെ പ്രതീക്ഷയില്ലായിരുന്നു, അത് ഏതെങ്കിലും കൊണ്ട് വന്നതാണ്. സെന്റിമീറ്ററിനാണ് കിട്ടിയത് ഗോൾഡ്. ബാക്കി രണ്ടും പ്രതീക്ഷിച്ചിരുന്നതാണ്. റവന്യൂവിലും സബ് ജില്ലയിലും മീറ്റർ റെക്കോർഡായിരുന്നു. 43 സംതിങ് ചെയ്തോളൂ. പക്ഷെ ഇപ്പോൾ ചെയ്തത് മീറ്റർ ബെസ്റ്റ് പേഴ്സൺ ബെസ്റ്റ്. ഇടുക്കി നെടുങ്കണ്ടം പുത്തൻപുരയ്ക്കൽ മുരളീധരന്റെയും ഷീലഗയുടെയും മകളാണ് ആതിര. ഹൈസ്കൂൾ വരെ കാൽവരി മൗണ്ട് സ്കൂളിൽ പഠിച്ച ആതിര +1 മാർബേസിലെത്തിയത്. ട്രിപ്പിൾ സ്വർണത്തോടെ സീനിയർ പെൺകുട്ടികളുടെ വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും ആതിര ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത് ആതിരയുടെ അവസാന ഊഴം. ട്രിപ്പിൾ സ്വർണവുമായി മീറ്റിനോട് വിട പറയാനായതിന്റെ സന്തോഷത്തിലാണ് ആതിര മുരളീധരൻ. VV തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.